ചിരട്ടകൾ തൂക്കിയെടുക്കപ്പെടും. ഇങ്ങനെയുള്ള ബാനറുമായി ഇത്തരം വണ്ടികൾ നമ്മുടെ ഗ്രാമവീഥികളിൽ പോലും ഇപ്പോൾ പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ്. തേങ്ങ ചുരണ്ടിയെടുത്തതിന് ശേഷം അലക്ഷ്യമായി നമ്മൾ വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്ന ചിരട്ടയ്ക്ക് ഇന്ന് വിപണിയിൽ പൊന്നും വിലയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ 300% കേരളത്തിൽ ചിരട്ടകളുടെ വില വർദ്ധിച്ചത്. ചിരട്ടകൾ ആവശ്യപ്പെട്ടു വരുന്ന ആളുകളുടെ പ്രവാഹം കണ്ട് നമ്മുടെ നാട്ടുകാരും ഒന്ന് ഞെട്ടിയിരിക്കുകയാണ്. 1 കിലോ ചിരട്ടയ്ക്ക് 30 രൂപയിലധികം വില തരുവാൻ വരെ തയ്യാറായി നമ്മുടെ വീടുകളിലേക്ക് ആളുകൾ എത്തുന്ന, ആക്രി കച്ചവടക്കാർ എത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വിദേശ നാണയം നേടിത്തരുന്ന നല്ലൊരു വ്യാവസായിക ഉൽപ്പന്നമായി ചിരട്ടക്കരി മാറിയതാണ് പെട്ടെന്നുള്ള ഈ വിലവർധനയ്ക്ക് കാരണമായത്. ചൈന, ഇറ്റലി, ജർമ്മനി എന്നിവിടങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ ചിരട്ടക്കരി കയറ്റി അയക്കുകയാണ്. നാളികേര ഉൽപ്പാദനത്തിൽ നമ്മുടെ കേരളം 1ാം സ്ഥാനത്താണെങ്കിലും ചിരട്ടക്കരിയുടെ വാണിജ്യ മൂല്യം കണ്ടെത്തിയതും അതിൻ്റെ ഗുണഭോക്താക്കളായതും കേരളീയരല്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ കർണാടകയും തമിഴ്നാടുമാണ് ഇപ്പോൾ ചിരട്ടക്കരിയിലൂടെ ലാഭം കൊയ്യുന്നത്. കർണാടകയിലെ തുങ്കൂറിലും തമിഴ്നാട്ടിലെ കാങ്കയം, ഉദുമൽപേട്ട എന്നിവിടങ്ങളിലുമാണ് ചിരട്ടക്കരി വ്യവസായം പൊടിപൊടിക്കുന്നത്. മുടി കറുപ്പിക്കാനും വെള്ളം ശുദ്ധീകരിക്കാനുമൊക്കെയുള്ള അസംസ്കൃത വസ്തുക്കളായിട്ടാണ് ചിരട്ടക്കരി ഇപ്പോൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. ഉത്തേജിത കാർബൺ ഉൽപ്പാദനം, വെള്ളം, പഞ്ചസാര, പഴച്ചാറ് എന്നിവ ശുദ്ധീകരിക്കൽ, സൗന്ദര്യവർദ്ധ വസ്തുക്കളുടെ നിർമ്മാണം എന്നിവയ്ക്കായിട്ടാണ് ചിരട്ടക്കരി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പോൾ ആമസോണിലും വ്യാപകമായിട്ട് ചിരട്ടയുടെ വിൽപ്പന പൊടിപൊടിക്കുകയാണ്. നാളികേരത്തിനും വെളിച്ചെണ്ണയ്ക്കും വിപണിയിൽ വില കുതിച്ചു വരികയാണ്. അതോടൊപ്പം ചിരട്ടയ്ക്കും കൂടി ആവശ്യക്കാരായതോടെ ഇപ്പോൾ തേങ്ങ വില വീണ്ടും വർദ്ധിക്കുന്ന അവസ്ഥയാണുള്ളത്. ലോഡ് കണക്കിന് ചിരട്ടക്കരി ഇപ്പോൾ കയറ്റി അയക്കുന്നുണ്ട്. ഇടനിലക്കാർ പ്രാദേശികമായി 18 മുതൽ 25 രൂപ വരെ നൽകി 1 കിലോ ചിരട്ട വാങ്ങി മറിച്ച് വിൽക്കുന്ന പ്രവണതയും വർദ്ധിച്ചു വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ 1 കിലോയ്ക്ക് അവർക്ക് 5 രൂപയിലേറെ ലാഭം ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലും ഇത്തരം ചിരട്ട വിൽപ്പന സംഘങ്ങൾ വ്യാപകമായി എത്തുന്ന ഒരു കാലമാണ്. ഈ വർഷം തുടക്കത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ വർധനവ് ഈ മെയ്, ജൂൺ മാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്.